ലാസ്റ്റ് എപ്പിസോഡ് യോയെ പിന്നിൽ നിന്ന് ആരോ അടിച്ചു വീഴ്ത്തുന്നതാണ് കണ്ടത്. അങ്ങനെ യോയെ ആരുമില്ലാത്ത ഇടത്തിൽ കിടത്തുകയും സൂജിന്റെ കാമുകിയുടെ അമ്മയും അതേ ഇടത്തിൽ മയങ്ങിക്കിടക്കുകയുണ്ടായി. സൂജിനും ആ ലേഡിയും വന്നു നോക്കുമ്പോൾ യോയ അവരുടെ അമ്മയെ അടിച്ചു വീഴ്ത്തിയതായിട്ടെന്ന് കരുതി. നിന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. 6 വർഷം എനിക്ക് നിന്നെ അറിയാം. ഇങ്ങനത്തെ സ്വഭാവക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് സൂജിൻ പറയുമ്പോൾ ഇത് ചെയ്തത് ഞാനല്ല എന്ന് പലതവണ യോയ പറഞ്ഞു. എങ്കിലും സൂജിൻ അതൊന്നും വിശ്വസിക്കാതെ അവളുടെ അമ്മയെ ഹോസ്പിറ്റലിലേക്കായിട്ട് കൊണ്ടുപോവുകയാണ്. ശേഷം ഹോസ്പിറ്റലിലെത്തിയ അവൾക്ക് ബോധം വരുമ്പോൾ അവിടെ സൂജിനും കാമുകിയും പോകുന്നത് കാണുന്നു. അന്നേരം ആ ലേഡി യോയോ പോലീസിന് കേസ് കൊടുക്കുമോ എന്ന് സൂജിനോട് സംസാരിക്കുന്നതെല്ലാം യോയോ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. കാരണം പോലീസിനെ വിളിച്ചാൽ എല്ലാം തെളിവ് ആ ലേഡിക്കും അമ്മയ്ക്കും എതിരാകും എന്ന് പേടിച്ചിട്ടാണ്. അന്നേരം അവൾ പോലീസിനെ വിളിച്ച് ക്രൈം റിപ്പോർട്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസം സൂജിനും ആ ലേഡി വിവാഹം കഴിക്കാനായി എത്തുമ്പോൾ തക്ക സമയത്ത് യോയോ വെഡിങ് ഡ്രസ്സിൽ വരുന്നു. അന്നേരം അവൾ കൊടുത്ത കംപ്ലൈന്റിന് തെളിവ് സൂജിനെതിരെയാണ് കാണിക്കുന്നത്. ഉടനെ അവനെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് യോയോ വിളിച്ചു പറയുന്നു. ശേഷം യോയോ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ നീ എന്താ ഇവിടെ ഈ വേഷത്തിൽ നിന്ന് സൂജിൻ പറയുമ്പോൾ ഇന്നെന്റെ വിവാഹമാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറുകയാണ്. അവിടെ നിന്നിരുന്ന ബോഡി ഗാർഡ്സ് ഗു ഫാമിലി യങ് ലേഡി മോശമായി പെരുമാറിയതിന് അവരെ തടഞ്ഞു നിർത്തുന്നു. അപ്പോഴാണ് സൂജിൻ ഞെട്ടുന്നത്. കാരണം ഇവൾ അത്ര ക്യാഷുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് സൂജിൻ അറിഞ്ഞതേയില്ല. അങ്ങനെ സൂജിന്റെയും ആ ലേഡിയുടെ വിവാഹം നടക്കുമ്പോൾ ഒരുത്തൻ അതിൽ കയറി വന്ന് ഗോൾഡൻ ക്രൈം പ്രിൻസിന്റെയും യോയുടെ വിവാഹമാണെന്നറിഞ്ഞ സൂജിൻ ആ വിവാഹം നടക്കരുത് എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ലേഡി അവനെ തടഞ്ഞു നിർത്തി പോകരുത്, എല്ലാരും കാണുന്നുണ്ട്, വിവാഹം കഴിയട്ടെ എന്ന് പറഞ്ഞെങ്കിലും സൂജിൻ ക്ഷമ പറഞ്ഞ് വേഗം അവിടുന്ന് പോവുകയാണ്. യോയുടെ വിവാഹ ചടങ്ങിലെത്തി നിന്റെ ചേട്ടൻ ചതിക്കുകയാണ്. അത് കേട്ട അവളുടെ ചേട്ടന് ദേഷ്യം വന്ന് നീ എന്റെ അനിയത്തെ പല തവണയായി വഞ്ചിക്കുന്നത് 1 2 പ്രാവശ്യമല്ല പല തവണ എന്ന് പറഞ്ഞ് വഴക്കാകുമെന്ന് കരുതി യോയോ ചേട്ടനോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ലേഡി വന്ന് സൂജിനെ വിളിച്ചു കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു. അന്നേരം നിന്നെ വിവാഹം കഴിക്കാനായി ആരും വരില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ തക്ക സമയത്തേക്ക് യോയെ കെട്ടാനായി നായകൻ സെക്യൂരിറ്റിയുടെ വേഷത്തിൽ വരുന്നു. ആ ഒരു വേഷത്തിൽ കണ്ട യോയോ ഗോൾഡൻ സർക്കിൾ പ്രിൻസ് എന്താ ഈ വേഷമാണോ ധരിക്കുന്നത് എന്ന് കരുതുമ്പോൾ ലേറ്റ് ആയതിന് ക്ഷമിക്കണം, വൈകുമെന്ന് കരുതി വിമാനത്തിലാണ് വന്നതെന്ന് നായകൻ പറയുന്നു. ഒരു സെക്യൂരിറ്റിയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് സൂജിൻ പുച്ഛിക്കുമ്പോൾ ഞാൻ ഇവനെ തന്നെ വിവാഹം കഴിക്കുമെന്ന് യോയോ തറപ്പിച്ച് പറയുമ്പോൾ ഉടനെ സൂജിൻ അവളുടെ കൈ പിടിക്കുമ്പോൾ അവന്റെ കൈ തട്ടി മാറ്റി നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, ഇവൾക്ക് നിന്നെ വേണ്ടല്ലോ എന്ന് നായകൻ പറയുമ്പോൾ നിനക്ക് എന്ത് ധൈര്യമാണ് ഞങ്ങളുടെ ഇടയിൽ സംസാരിക്കാൻ എന്ന് ദേഷ്യക്കേറിയ സൂജിൻ പറയുമ്പോൾ നായകൻ യോയോയെ പിടിച്ചു നിർത്തി ഞാൻ ഇവളുടെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് നായകൻ ആ വേഷം മാറ്റുമ്പോഴാണ് അറിയുന്നത് വന്നിരിക്കുന്നത് റിയൽ ഗോൾഡൻ പ്രിൻസസ് ആണെന്ന്. അതേസമയം ആ ലേഡി സൂജിനെ പോലെ തവണ വിവാഹം കഴിക്കാനായി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് സമ്മതിക്കാതെ ഈ നിമിഷം നീ എന്റെ കൂടെ വരണം, നിനക്ക് എന്നോടുള്ള പണ്ടത്തെ പോലെ സ്നേഹമില്ല, അവളുടെ അമ്മയുടെ ആഗ്രഹത്തിന് മാത്രമാണ് ഞാൻ വഴങ്ങിയത്, എന്റെ മനസ്സിൽ നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് യോയുടെ മനസ്സ് മാറ്റിയെങ്കിലും അവൾ സൂജിനൊപ്പം താൻ ഇനി വരില്ലെന്ന് പറഞ്ഞു അന്ന് രാത്രി അവളുടെ അമ്മയാണ് തലയ്ക്ക് അടിച്ചു വീഴ്ത്തിയതെന്ന് പറഞ്ഞ് CCTV ദൃശ്യം ഉൾപ്പെടെ അവൾക്ക് കാണിക്കുകയും സത്യം മനസ്സിലാക്കിയ സൂജിൻ ആ ലേഡിയെ ചീത്ത പറഞ്ഞുകൊണ്ട് യോയോട് ക്ഷമ പറയാനായി നിർബന്ധിച്ചു. അതേസമയം അവിടേക്ക് ആ ലേഡിയുടെ അമ്മ വന്ന് തല കറങ്ങിയതായി അഭിനയിക്കുന്നു. കള്ളഭിനയമാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയ നായകൻ ഒരു കുപ്പിച്ചില്ലെടുത്ത് കുത്താനായി വരുമ്പോഴേക്കും തള്ള പേടിച്ചു മാറുന്നു. അതും കൂടിയായപ്പോൾ തള്ളയുടെയും മകളുടെ സ്വഭാവം മനസ്സിലാക്കിയ സൂജിൻ യോയോയുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞെങ്കിലും അവൾ സൂജിനെ പോലീസിന് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് യോയോയുടെ ചേട്ടനും അമ്മയും വരികയും ഈ സൂജിനെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിപ്പോയി, സൂജിന്റെ പേര് വെച്ചാണ് ഞാൻ ഇവളുമായി ഇത്രനാളും ഡേറ്റിംഗ് നടത്തിയത് നായകൻ പറയുന്നു. അവരെല്ലാരും പോയതിനു ശേഷം അവനോട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു. നായകനാണെങ്കിൽ യോയെ തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കുറച്ച് കുട്ടികൾ യോയെയും നായകനെയും ഒരു കൂട്ടിലകപ്പെടുത്തുകയും തക്ക സമയത്ത് യോയുടെ ചേട്ടൻ വന്ന് അവരെ രക്ഷിക്കുന്നു. അന്ന് യോയാണ് മുഴുവൻ ധൈര്യം നമ്മുടെ നായകന് നൽകിയത്. അന്ന് തൊട്ട് അവന്റെ ലൈഫിൽ തന്നെ കുറേയേറെ മാറ്റങ്ങൾ സംഭവിച്ചതിനാൽ നിനക്ക് എന്നെ വിവാഹം കഴിച്ച് എന്റെ ജീവിതത്തിൽ വരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തോടെ യോയോ അവനുമായി അതിനു മുന്നേ നമ്മുടെ നായകന്റെ പേര് വാങ്ങിയെന്നാണ് പറയാനായിട്ട് മറന്നുപോയി, സോറി, ഒരു പൂർണ്ണ സമ്മതത്തോടെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ഇവരുടെ വിവാഹ ചടങ്ങുകളെല്ലാം ഫോണിൽ ലൈവായിട്ട് കാണിക്കുന്നത് കൊണ്ട് സൂജിൻ ബാറിൽ നിന്ന് കാണുന്നുണ്ടായി. വിവാഹം കഴിഞ്ഞ് യോയോയുടെ പാരന്റ്സിനൊപ്പം ലഞ്ച് കഴിക്കുമ്പോൾ വിവാഹത്തിന് എന്താണ് വാങ്ങിന്റെ പാരന്റ്സിനെ കാണാത്തെന്ന് അമ്മ ചോദിക്കുമ്പോൾ യോയോ ഹാപ്പിയല്ലേ, വീട്ടുകാരെ ഓർത്ത് വരീഡാവേണ്ട കാര്യമില്ല, അവർക്ക് തിരക്കുള്ളത് കാരണമാണെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകും, അതിനുവേണ്ടി ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അന്നേരം അവിടേക്ക് സൂജിൻ വരുന്നു. തങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം കെടുത്താനായിട്ട് ഓരോരുത്തരമായി വരുമെന്ന് പറഞ്ഞ് ചേട്ടൻ സൂജിനെ അവരുടെ ആൾക്കാരെയും കൊണ്ട് പേടിച്ചു മാറ്റുന്നു. ചേട്ടൻ നല്ല പണി സൂജിന് കൊടുക്കുമെന്ന് മനസ്സിലാക്കി അവൾ വാങ്ങിനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇവിടെ സൂജിൻ ചേട്ടന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നു. അവൾ വരുന്നത് കണ്ട്
തന്നോട് ക്ഷമിക്കണം, ഡിവോഴ്സ് ചെയ്യാമെന്ന് കരഞ്ഞ് കാലു പിടിക്കുമ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വാങ്ങിൻ്റെ മാത്രമാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു യോയും വാങ്ങും ചേട്ടനോട് യാത്ര പറഞ്ഞു പോവുകയാണ്.